പക്ഷേ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ജമാഅത്തെ ഇസ്ലാമി എന്നോ സുഡാപ്പി എന്നോ വ്യത്യാസമില്ലാതെ എല്ലാവരുടെയും വോട്ട് വേണം. ഇത് പറയുന്നത് CPM മലപ്പുറം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം TM സിദ്ദിഖ്. ഇത് സിദ്ദിഖിൻ്റെ മാത്രം ഒരഭിപ്രായമാണോ അതോ പാർട്ടിയുടെ പൊതുവേ ഉള്ളൊരു നിലപാടാണോ? ഈ തെരഞ്ഞെടുപ്പ് അനൗൺസ് ചെയ്ത സമയത്തെ നമ്മൾ വ്യക്തമായി കേട്ട പാർട്ടിയുടെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത് നേരത്തെയുള്ള അഭിപ്രായമാണ്. തെരഞ്ഞെടുപ്പിൽ SDPIയുടെ വോട്ടോ ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ടോ വേണ്ട എന്നുള്ളതായിരുന്നു. അത് ഈ തെരഞ്ഞെടുപ്പിൽ മാത്രമല്ല, ഇരിക്കുമ്പോൾ തെരഞ്ഞെടുപ്പിലും അങ്ങനെ പറഞ്ഞിരുന്നു. അങ്ങനെ പറഞ്ഞിരുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ജമാഅത്തെ ഇസ്ലാമിയൊക്കെ വലിയ പ്രശ്നം ഉണ്ടാക്കിയിരുന്നു. കാരണം നിങ്ങൾ ഞങ്ങളുടെ വോട്ട് വാങ്ങിച്ചിട്ടുണ്ട് എന്ന് ജമാഅത്തെ ഇസ്ലാമി പറയുകയും അതിന് തെളിവായിട്ട് പല കാര്യങ്ങളൊക്കെ ഉയർത്തിക്കൊണ്ടുവരികയും ചെയ്യും. വെൽഫെയർ പാർട്ടി അങ്ങനെ പറഞ്ഞാൽ ആൾക്ക് മനസ്സിലാവുള്ളൂ. വെൽഫെയർ പാർട്ടി. അതെ. അപ്പോൾ വെൽഫെയർ പാർട്ടിയുടെ വോട്ട് വാങ്ങിച്ചിട്ടുണ്ട്. മാത്രമല്ല, പുറത്ത് ഇവിടുത്തെ കേരളത്തിൽ ചിലപ്പോൾ ശരിയായിരിക്കാം, ഇവരുമായിട്ട് കുറേ നാളായി ഇവരുമായിട്ട് നല്ല ശത്രുതയിലാണ്. പക്ഷേ കേരളത്തിന് പുറത്ത് കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ പോലും കോൺഗ്രസും CPMഉം ഒരുമിച്ച് മത്സരിച്ച സ്ഥലത്ത് ജമാഅത്തെ ഇസ്ലാമിയൊക്കെ അവരുടെ സ്റ്റേജിൽ കയറിയിരിക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ പടമൊക്കെ കാണിച്ചിട്ടാണ് അവർ ഞങ്ങളുടെ വോട്ട് വാങ്ങിച്ചിട്ടുണ്ട് എന്നെല്ലാം പറഞ്ഞത്. ഇപ്പോൾ കേരളത്തിൽ കുറച്ച് കാലമായിട്ട് CPMൻ്റെ ഒരു നിലപാട് SDPIക്കെതിരെയും അതേപോലെ ജമാഅത്തെ ഇസ്ലാമിക്കും എതിരെയാണ്. അതൊരു രാഷ്ട്രീയ തീരുമാനം കൂടിയാണ്. കാരണം ഈ മുസ്ലിം രാഷ്ട്രീയം അവരുടെ ഫണ്ടമെൻ്റൽ പൊളിറ്റിക്സ് ശക്തിപ്പെടുത്താനായിട്ട് അവർ ശ്രമിക്കുന്ന സമയത്ത് ഒരിടയ്ക്ക് CPMനെ പറ്റിയ വലിയ ക്ഷീണം എന്താണെന്ന് വെച്ചാൽ മുസ്ലിം പ്രീണനം അവരുടെ രാഷ്ട്രീയത്തിൻ്റെ ഒരു പാർട്ടായി മാറി. അങ്ങനെയാണ് നമ്മൾ ഈ കോഴിക്കോട് കരീമിക്ക എന്നൊക്കെ പറഞ്ഞ ബോർഡ് വരുന്നു. വലിയ ആക്ഷേപമുണ്ടായ ഇളമരം കരീം കരീമിക്ക എന്ന് പറഞ്ഞ് ബോർഡ് വെച്ചു. മറ്റിടത്ത് അവർ രാഘവേട്ടൻ എന്ന് പറഞ്ഞ് ബോർഡ് വെച്ചു. ഇതൊക്കെ മാത്രമല്ല പച്ചയിലുള്ള എഴുത്ത് ഇതൊക്കെ പ്രശ്നമായി രൂക്ഷമായിട്ടുള്ള രീതിയിൽ ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനകത്ത് SDPIക്കാർ നുഴഞ്ഞു കയറി എന്ന് ഉള്ള ആക്ഷേപം ശക്തമായിരുന്നു. മാത്രമല്ല, നമുക്ക് എറണാകുളം മഹാരാജ് കോളേജിൽ SFI പ്രവർത്തകൻ്റെ കൊലപാതകമായിട്ട് ബന്ധപ്പെട്ടും ഈ അഭിമന്യുവിൻ്റെ കൊലപാതകമായിട്ട് ബന്ധപ്പെട്ട് ഈ പ്രശ്നങ്ങളെല്ലാം സമൂഹത്തിൽ ശക്തമായിട്ട് ഉയർന്നു വന്നിരുന്നു. അപ്പം അങ്ങനെ പല കോണുകളിൽ നിന്നും CPMനെ SDPIയുടെ പേരിലും ജമാഅത്തെ ഇസ്ലാമിയുടെ പേരിലും മുസ്ലിം പ്രീണനത്തിൻ്റെ പേരിലും വളഞ്ഞിട്ട് ആക്രമിക്കാൻ തുടങ്ങിയ സമയത്താണ് CPM അതിനെതിരെ ഒരു നിലപാടെടുത്ത്. ആ നിലപാടിൻ്റെ പാർട്ടായിരുന്നു യഥാർത്ഥത്തിൽ SDPIയുടെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും വോട്ട് വേണ്ട എന്ന് പറഞ്ഞു. പക്ഷേ അതിൽ വ്യത്യസ്തമായിട്ടുള്ള ഒരു പ്രസ്താവനയുമായിട്ടാണ് ഇപ്പോൾ സിദ്ദിഖ് എത്തിയിരിക്കുന്നതെന്ന് മനസ്സിലാക്കേണ്ടത്. ആ പ്രസ്താവനയ്ക്ക് അധികകാലം ജീവനുണ്ടാകാൻ സാധ്യതയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഏത് തെരഞ്ഞെടുപ്പിലും എല്ലാ പാർട്ടികളും എടുക്കുന്നൊരു സമീപനമുണ്ട്. ഞങ്ങൾ ഓരോ പൗരനോടും വോട്ട് ചോദിക്കും. അയാൾ ചിലപ്പോൾ ജമാഅത്തെ ഇസ്ലാമിക്കാരനാവും, ചിലപ്പോൾ RSSകാരനാവും, BJPക്കാരനാവും. എല്ലാവരോടും വോട്ട് ചോദിക്കും. നമുക്ക് നമ്മുടെ താല്പര്യം തരുന്നവർക്ക് വോട്ട് ചെയ്യാം. അത് ജനാധിപത്യത്തിൽ പോസിബിളായ ഒരു ഇക്വേഷനാണ്, അല്ലെങ്കിൽ ഒരു പൊസിഷനാണ്. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ എല്ലാവരോടും വോട്ട് വാങ്ങിക്കുന്നതിൽ ഉള്ള രാഷ്ട്രീയം ഒരു അരാഷ്ട്രീയം കൂടിയാണ് എന്ന് വ്യാഖ്യാനമുണ്ടല്ലോ. കാരണം കണ്ടവരുടെയൊക്കെ വോട്ട് വാങ്ങിച്ച് വിജയിച്ചു കഴിഞ്ഞാൽ അവരൊക്കെ പറയുന്നതിനനുസരിച്ച് പ്രവർത്തിക്കാനായിട്ടുള്ള ബാധ്യതയും ഉത്തരവാദിത്വവും അങ്ങനെ ജയിക്കുന്നതായിട്ടുള്ള കക്ഷിക്കോ പാർട്ടിക്കോ ഉണ്ട് എന്നുള്ളതാണ് പ്രശ്നം. അപ്പം അങ്ങനെ വരുമ്പോൾ ഈ പ്രശ്നം അതിനകത്ത് വരും. സുഡാപ്പി എന്നോ ജമാഅത്തെ ഇസ്ലാമി എന്നോ അല്ലെങ്കിൽ SDPI എന്നോ ഒന്നും നോക്കാതെ എല്ലാ മനുഷ്യരുടെ വോട്ടാണ് ഞങ്ങൾക്ക് വിജയത്തിന് വേണ്ടതെന്നാണ് സിദ്ദിഖിൻ്റെ അഭിപ്രായം. ഈ അഭിപ്രായമാണ് എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അതിൽ നിന്ന് വേറിട്ടൊരു അഭിപ്രായമാണ് CPM ഇന്നലെ വരെ തുടർന്നു വന്നത്. ഇനിയും അത് തുടരും എന്നാണ് ഞാൻ കണക്കാക്കുന്നത്. സിദ്ദിഖിൻ്റെ അഭിപ്രായം ഇങ്ങനെ നമ്മൾ ഇത് ശരിയല്ല എന്ന് ബാക്കി എല്ലാവരും പറഞ്ഞു കഴിഞ്ഞാൽ CPM അത് ഗൗരവത്തിൽ എടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ സിദ്ദിഖിനോട് നാളെ മേലെ സംസാരിക്കേണ്ടെന്ന് പറയും. അല്ലെങ്കിൽ സിദ്ദിഖ് സംസാരിച്ച് വേറെ എന്തോ ആണ്, അത് മാധ്യമങ്ങളെ കൂടി വളച്ചൊടിച്ച് ഇങ്ങനെയാക്കിയാണെന്നൊക്കെ പറഞ്ഞ് വരാനുള്ള സാധ്യത മാത്രമേ നമ്മളുടെ മുന്നിലുള്ളൂ. പക്ഷേ സിദ്ദിഖ് പറഞ്ഞു, ഞങ്ങൾക്ക് ജയിക്കണം, നിങ്ങൾ വോട്ട് ചെയ്താൽ നല്ലത്, എല്ലാവരും വോട്ട് ചെയ്താൽ നല്ലത്, ആര് വോട്ട് ചെയ്താലും ഏത് ചെറുത്താൻ്റെ വോട്ട് കിട്ടിയാലും കൊള്ളാം എന്നുള്ള ഒരു കാഴ്ചപ്പാടുണ്ട് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ഒരാൾക്ക്. ആ കാഴ്ചപ്പാടാണ് സിദ്ദിഖ് പറഞ്ഞിരിക്കുന്നത് എന്ന് മാത്രമല്ല. അത് പക്ഷേ CPMൻ്റെ
ശരി, ഇപ്പോൾ നമ്മൾ ഈ സംഘപരിവാർ വിരുദ്ധത അതിനെ CPM വ്യാഖ്യാനിക്കുന്നത് ഈ മുസ്ലിം ന്യൂനപക്ഷങ്ങളെ കൂടെ നിർത്തുമ്പോഴാണ് സംഘപരിവാർ വിരുദ്ധത പൂർണ്ണമാകൂ എന്നുള്ള തലത്തിലാണ്. INL എന്ന് പറയുന്ന കക്ഷി ഇപ്പോൾ ഇടതുപക്ഷ പാളയത്തിലുണ്ട്. PDPയുമായി ചെറിയ രീതിയിലൊക്കെ സഹകരിക്കുന്നുമുണ്ട്. അതുകൊണ്ടൊന്നും പോരുന്നില്ല, അതുകൊണ്ടൊന്നും തികയുന്നില്ല എന്നൊരു കാഴ്ചപ്പാടുണ്ടാവുമോ? അല്ല, ഇവിടെ ഈ INL ഒക്കെ ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയ്ക്ക് പരിഗണിച്ച് കൂടെ നിർത്തുന്നതാണ്. പക്ഷെ നമുക്കറിയാം INLൻ്റെ ഒരു കഷ്ണത്തെ നിർത്തുക, മുസ്ലിം ലീഗിൻ്റെ ഒരു കഷ്ണത്തെ നിർത്തുക, സമസ്തയെ നിർത്തുക, SDPയെ നിർത്തുക, ഞാൻ ജമാഅത്തെ ചോദിച്ചത് ഈ ഇസ്ലാമിയെ സംഘപരിവാർ വിരുദ്ധത എന്ന് പറയുന്നത് ഈ മുസ്ലിം അവരെ കൂടെ അവരെ സന്തോഷിപ്പിച്ച് നിർത്തുന്നത് മാത്രമാണോ? അവർ അല്ല. രാഷ്ട്രീയമായി എത്രത്തോളം അവരെ എതിരിടുന്നുണ്ട് ഇവർ? അല്ല, ഈ CPMൻ്റെ അവരുടെ ഒരു പൊസിഷൻ എന്ന് പറഞ്ഞാൽ വർഗീയത എന്ന് പറഞ്ഞാൽ ന്യൂനപക്ഷ വർഗീയതയായാലും ഭൂരിപക്ഷ വർഗീയതയായാലും വർഗീയത തന്നെയാണ് എന്നതാണ് കറകളഞ്ഞ ഇടതുപക്ഷത്തിൻ്റെ കാഴ്ചപ്പെടുന്നു. പക്ഷെ തെരഞ്ഞെടുപ്പ് ഗോതയിൽ പല ഘട്ടങ്ങളിലും എന്ത് ചെയ്യും, ഇത് വിഴുങ്ങും. അതെ, അത് വിഴുങ്ങി ചില സമയത്ത് അവർ സംഘപരിവാറിൻ്റെ സഹായം തേടും, ചില സമയത്ത് ഈ സുഡാപ്പികളുടെ സഹായം തേടും. ഇതാണുള്ള പ്രശ്നം. ഈ ഇരട്ടത്താപ്പുകളാണ് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെ വല്ലാത്ത പ്രതിസന്ധികളിൽ കൊണ്ടുവന്നത്. പ്രത്യേകിച്ച് പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള പ്രതിസന്ധികളിലേക്ക് അവരെ കൊണ്ടുപോകുന്നത് ഇതാണ്. CPMൻ്റെ ശരിയായിട്ടുള്ളൊരു നിലപാട് ഇതാണ്. വർഗീയത എന്ന് പറഞ്ഞാൽ വർഗീയതയാണ്. അതിൽ ന്യൂനപക്ഷമോ അതുപോലെ തന്നെ ഭൂരിപക്ഷമോ ഒന്നും പ്രസക്തമല്ല എന്ന് തന്നെ പറയേണ്ടി വരും. അതല്ലാതെ ഇപ്പോൾ ഹിന്ദു ഭൂരിപക്ഷമുള്ളിടത്ത് അവരുയർത്തുന്ന വർഗീയത എന്ന് പറയുന്നത് വളരെ മാരകമായ ഫലമുണ്ടാക്കുന്നതായിരിക്കും. കാരണം വെച്ചാൽ അത്രയധികം ആളുകൾ അതിൻ്റെ കൂടെ ചേരാണല്ലോ ചെയ്തത്. ന്യൂനപക്ഷങ്ങൾ എന്ന് പറയുമ്പോൾ ഇപ്പോൾ കുറച്ച് ആളുകളേ ഉണ്ടാവുള്ളൂ. പക്ഷേ ഒരു രാഷ്ട്രീയ പാർട്ടി നിലപാടെടുക്കുമ്പോൾ അങ്ങനെ ഉള്ള ആ കാര്യങ്ങൾ കണ്ടുകൊണ്ട് നിലപാടെടുക്കാൻ പറ്റില്ല. അതാണ് പ്രശ്നം. അത് മുസ്ലിം തീവ്രത ആയിക്കഴിഞ്ഞാലും ഹിന്ദു തീവ്രത ആയിക്കഴിഞ്ഞാലും വർഗീയതയായിട്ട് തന്നെ കണക്കാക്കണം. രണ്ടിനെയും എതിർത്തേ പറ്റൂ. എങ്കിലേ വർഗീയത ഇല്ലാത്ത മതേതര ജനാധിപത്യ രാഷ്ട്രീയത്തിൻ്റെ വക്താക്കളാണെന്ന് തങ്ങൾക്ക് പറയാൻ പറ്റുള്ളൂ. അത് പക്ഷേ അവർക്ക് പലപ്പോഴും പാലിക്കാൻ പറ്റാറില്ല. അങ്ങനെ പാലിക്കാൻ പറ്റാതെ വരുന്ന സമയത്താണ് വിമർശനത്തിന് അവരെ വിധേയമായി തീരുന്നത്. പക്ഷേ ശക്തമായിട്ടുള്ള വിമർശനങ്ങൾ വരുമ്പോൾ കുറേ കൂടെയൊക്കെ ക്ലിയർ ആയിട്ടുള്ള സ്റ്റാൻഡിലേക്ക് അത് എത്തും. അതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യം. ഈ സിദ്ദിഖിന് ആവശ്യമില്ലാത്ത ഒരു പരിപാടിയാണ് ഇപ്പോൾ ഈ പ്രസ്താവനയായിട്ട് വന്നത്. ആ വോട്ടും കൂടി പോരട്ടെ എന്ന് ഇയാൾ പറഞ്ഞാലൊന്നും പോരുന്ന വോട്ടല്ല. അങ്ങനെയൊന്നും ഒരു വോട്ടും കിട്ടില്ല. വോട്ട് കിട്ടുന്നതിന് വ്യക്തമായ രാഷ്ട്രീയ നിലപാടുണ്ട്. ആ രാഷ്ട്രീയ നിലപാട് അവർ നേരത്തെ പ്രഖ്യാപിച്ച നിലപാടാണ്. ഈ ഇലക്ഷൻ തുടങ്ങിയ സമയത്തും പറഞ്ഞ നിലപാടാണ്. അതുകൊണ്ട് SDPയുടെയോ അല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിയുടെയോ വോട്ട് എന്തായാലും ഇപ്പോൾ സ്വരാജിന് കിട്ടാനായിട്ട് പോകുന്നില്ല എന്ന് നമ്മൾ കണക്കാക്കേണ്ടതാണ്. പിന്നെ സ്വരാജ് നടത്തിയ മറ്റ് പലതരത്തിലുള്ള ഇടപെടലുകൾ, പ്രസ്താവനകൾ, പ്രസംഗങ്ങൾ, അതിലൂടെയൊക്കെ അദ്ദേഹത്തിന് വല്ല വോട്ട് കിട്ടുമെന്ന് നമുക്ക് അറിയാൻ പാടില്ല എന്ന് മാത്രമേ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.